എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് തൊഴിൽ വാർത്തയിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ഇതിനു മുന്നേയും നമ്മൾ തൊഴിൽ വാർത്തയിൽ നിന്നുമുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് 2022 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പ്ലേലിസ്റ്റിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മൾ +1 +2 പാഠഭാഗങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ +1 +2 എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 +2 പാഠഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും. കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട്. അതും നമ്മൾ സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഫോർ ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റുകാർ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ക്ലാസ്സുകൾ കഴിഞ്ഞ് ടെലഗ്രാമിലൂടെ നോട്ട്സ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്നാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ക്ലാസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോഴാണ് നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് താഴെ കമൻറ്റായിട്ട് കൂടെ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു അടപ്പുണ്ട്, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം പ്രമാണിച്ച് 2022 ഓഗസ്റ്റ് 13 മുതൽ 15 വരെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തിയത് കേന്ദ്ര സർക്കാരിൻ്റെ ഏതു പരിപാടിയുടെ ഭാഗമായിരുന്നു? സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം പ്രമാണിച്ച് 2022 ഓഗസ്റ്റ് 13 മുതൽ 15 വരെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തിയത് കേന്ദ്ര സർക്കാരിൻ്റെ ഏത് പരിപാടിയുടെ ഭാഗമാണ്? ഹർ ഘർ തിരങ്ക എന്ന പരിപാടിയുടെ ഭാഗമാണ്. എല്ലാ വീട്ടിലും ത്രിവർണ്ണ പതാക, അതാണ് ഹർ ഘർ തിരങ്ക എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഓഗസ്റ്റ് 13 മുതൽ 15 വരെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തിയത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ബുള്ളിയൻ എക്സ്ചേഞ്ച് തുടങ്ങിയത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ബുള്ളിയൻ എക്സ്ചേഞ്ച് തുടങ്ങിയത് ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ്. ഗാന്ധിനഗറിലെ, ഗുജറാത്തിലാണ്, ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ബുള്ളിയൻ എക്സ്ചേഞ്ച് തുടങ്ങിയത്. അപ്പോൾ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ബുള്ളിയൻ എക്സ്ചേഞ്ച് IIBX എന്നറിയപ്പെടുന്ന ഈ വിനിമയ കേന്ദ്രം ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ബുള്ളിയൻ എക്സ്ചേഞ്ച് ആണ്. ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി എന്നാണ് ഗിഫ്റ്റ് സിറ്റിയുടെ പൂർണ്ണ രൂപം. നമ്മൾ പറഞ്ഞു ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിലാണ് ബുള്ളിയൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി എന്നതാണ്. രാജ്യത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര സാമ്പത്തിക സേവന കേന്ദ്രം കൂടിയാണ് ഗിഫ്റ്റ് സിറ്റി. രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര സാമ്പത്തിക സേവന കേന്ദ്രം കൂടിയാണ് ഇത്, ഗിഫ്റ്റ് സിറ്റി. സ്വർണത്തിൻ്റെ പ്രധാന ഉപഭോക്താവെന്ന നിലയിൽ ആഗോള ബുള്ളിയൻ വിലയെ സ്വാധീനിക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് IIBX ആരംഭിച്ചത്. അപ്പോൾ എന്താണ് ലക്ഷ്യം? IIBXൻ്റെ ലക്ഷ്യം എന്താണ്? സ്വർണത്തിൻ്റെ പ്രധാന ഉപഭോക്താവെന്ന നിലയിൽ ആഗോള ബുള്ളിയൻ വിലയെ സ്വാധീനിക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നതാണ് IIBXൻ്റെ ലക്ഷ്യം. ശുദ്ധമായ സ്വർണം, വെള്ളി എന്നിവയാണ് ബുള്ളിയൻ എന്ന് പരാമർശിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ബുള്ളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശുദ്ധമായ സ്വർണം, വെള്ളി എന്നിവയാണ്. ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും ഏത് രാജ്യമാണ്? നമ്മുടെ ഇന്ത്യയാണ്. ചൈനയാണ് ആദ്യം, ചൈന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും ഇന്ത്യയാണ്. സിന്ധ് പോലീസിലെ, അതായത് പാകിസ്ഥാൻ, മനീഷ റൊപേട്ട
മനീഷ റൊബേട്ട അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? സിന്ധ് പോലീസിലെ മനീഷ റൊബേട്ട വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? പാകിസ്ഥാൻ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പദവിയിലെത്തിയ ആദ്യ ഹിന്ദു വനിതയാണ് മനീഷ റൊബേട്ട. ഓക്കെ, അപ്പോൾ പാകിസ്ഥാൻ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പദവിയിലെത്തിയ ആദ്യ ഹിന്ദു വനിത ആരാണ്? മനീഷ റൊബേട്ട. അടുത്ത ചോദ്യം, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായതിൻ്റെ റെക്കോർഡ് അടുത്തിടെ നേടിയത്? കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായതിൻ്റെ റെക്കോർഡ് നേടിയത് ഉമ്മൻചാണ്ടിയാണ്. KM മാണിയുടെ റെക്കോർഡാണ് മറികടന്നത്. KM മാണിയായിരുന്നു ആ റെക്കോർഡ് മറികടന്ന് ഇപ്പോൾ ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. KM മാണി, ഉമ്മൻചാണ്ടി എന്നിവരാണ് സംസ്ഥാന നിയമസഭയിൽ 50 വർഷം പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാന നിയമസഭയിൽ 50 വർഷം പൂർത്തിയാക്കിയിട്ടുള്ളത് ആരൊക്കെയാ? KM മാണി, ഉമ്മൻചാണ്ടി എന്നിവരാണ്. രാജ്യത്തെ ആദ്യ വാനരവസൂരി മരണം സ്ഥിരീകരിച്ചത് എവിടെയാണ്? ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. രാജ്യത്തെ ആദ്യത്തെ വാനരവസൂരി മരണം സ്ഥിരീകരിച്ചത് തൃശ്ശൂരാണ്. തൃശ്ശൂർ. 1958 വാനരവസൂരി കണ്ടെത്തുന്നത്. 1970 കോങ്കോയിൽ രോഗബാധ മനുഷ്യനിൽ സ്ഥിരീകരിച്ചപ്പോൾ മനുഷ്യനിൽ വാനരവസൂരി സ്ഥിരീകരിച്ചത് 1970 കോങ്കോയിലാണ്. ഓക്കെ, വാനരവസൂരി കണ്ടെത്തിയത് എപ്പോഴാ? 1958 ആദ്യത്തെ വാനരവസൂരി മരണം സ്ഥിരീകരിച്ച ജില്ല തൃശ്ശൂർ ജില്ലയാണ്. ത്രിപുരയിലെ ഏത് കൊട്ടാരമാണ് ദേശീയ മ്യൂസിയമായിട്ട് ഉയർത്തുന്നത്? ത്രിപുരയിലെ ഏത് കൊട്ടാരമാണ് ദേശീയ മ്യൂസിയമായി ഉയർത്തുന്നത്? പുഷ്പബന്ധ കൊട്ടാരം. പുഷ്പബന്ധ. 1917 ത്രിപുര മഹാരാജാവ് ബീരേന്ദ്ര കിഷോർ മാണിക്യ അഗർത്തലയിൽ നിർമ്മിച്ച കൊട്ടാരം 4.31 ഏക്കറിൽ 3 നിലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പ്രശസ്ത കഥാകൃത്ത് കാരൂർ നീലകണ്ഠപിള്ളയുടെ പൊതിച്ചോറ് എന്ന ചെറുകഥ ഏതു പേരിലാണ് അടുത്തിടെ ചലച്ചിത്രമായത്? എന്താണ് ചോദ്യം? പ്രശസ്ത കഥാകൃത്ത് കാരൂർ നീലകണ്ഠപിള്ളയുടെ പൊതിച്ചോറ് എന്ന് പറയുന്ന ചെറുകഥ ഏത് ചലച്ചിത്രത്തിന്റെ പേരിലാണ് പുറത്തിറങ്ങിയത്? ഏത് ചലച്ചിത്രമാണായത്? ഹെഡ്മാസ്റ്റർ. ഹെഡ്മാസ്റ്റർ എന്ന് പറയുന്ന ചലച്ചിത്രമാണ് പൊതിച്ചോറ് എന്ന് പറയുന്ന ചെറുകഥയിൽ നിന്നും വന്നത്. ആരാണ് ഇതിന്റെ സംവിധായകൻ? രാജീവ് നാഥ്. ഹെഡ്മാസ്റ്റർ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ രാജീവ് നാഥാണ്. ഏത് രാജ്യത്തെ ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണറാണ് പ്രണയ് വർമ്മ? പ്രണയ് വർമ്മ ഏത് രാജ്യത്തെ ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണറാണ്? ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലെ ആരാണ്? പ്രണയ് വർമ്മ ബംഗ്ലാദേശുകാരനാണ്. ഓക്കെ, ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണറാണ്. 2022 ജൂലൈ 31 അന്തരിച്ച ഫിഡൽ വി റാമോസ് ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു? 2022 ജൂലൈ 31 അന്തരിച്ച ഫിഡൽ വി റാമോസ് ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ്? ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസിലെ പ്രസിഡന്റ് ആണ് ഫിഡൽ വി റാമോസ്. 36ാം ദേശീയ ഗെയിംസ് ഏത് സംസ്ഥാനത്താണ് നടന്നത്? 36ാമത് ദേശീയ ഗെയിംസ് ആണ് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. 2022 സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 10 വരെ അഹമ്മദാബാദ്, ഗാന്ധിനഗർ, സൂറത്ത്, വഡോദര, രാജ്കോട്ട്, ഭാവ്നഗർ എന്നീ 6 നഗരങ്ങളിലായിട്ടാണ് നടന്നത്. അപ്പോൾ 36ാമത് ദേശീയ ഗെയിംസ് നടന്നത് 2022 സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 10 വരെയാണ്. ഗുജറാത്തിലാണ് നടന്നത്. ഗുജറാത്തിൽ അഹമ്മദാബാദ്, ഗാന്ധിനഗർ, സൂറത്ത്, വഡോദര, രാജ്കോട്ട്, ഭാവ്നഗർ എന്നിങ്ങനെ 6 നഗരങ്ങളിലായിട്ടാണ് 36ാമത് ദേശീയ ഗെയിംസ് നടന്നത്. സ്വർണം എത്ര എണ്ണമായിരുന്നു? 61, വെള്ളി 35, വെങ്കലം 32 എന്നിങ്ങനെ 128 മെഡലുകളുമായി സർവീസസ് ആണ് ഒന്നാമതെത്തിയത്. അപ്പോൾ ദേശീയ ഗെയിംസ് 36ാമത് ദേശീയ ഗെയിംസിൽ ഒന്നാമതെത്തിയത് സർവീസസ്. സ്വർണം എത്ര? 61, വെള്ളി 35, വെങ്കലം 32, അങ്ങനെ ടോട്ടൽ 128 മെഡലുകൾ. ഇനി മഹാരാഷ്ട്രയ്ക്ക് 110 മെഡലുകൾ, ഹരിയാന 116 എന്നിവയാണ് 2, 3 സ്ഥാനങ്ങളിൽ. കേരളത്തിന് എത്രയാണ്? സ്വർണം 23, വെള്ളി 18, വെങ്കലം 13, ആകെ 54 മെഡലുകളാണ്. 6ാം സ്ഥാനത്താണ് കേരളം.
37ാമത് ദേശീയ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? ഗോവയിലാണ് നടക്കാൻ പോകുന്നത്. 37ാമത് ദേശീയ ഗെയിംസ് നടക്കാൻ പോകുന്നത് ഗോവയിലാണ്. അടുത്ത ചോദ്യം, ഭീകര സംഘടനയായ അൽ ഖായിദയുടെ തലവൻ ഐമാൻ അൽ സവാഹിരിയെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചത് എവിടെ വെച്ചായിരുന്നു? ഭീകര സംഘടനയാണ് അൽ ഖായിദ എന്ന് പറയുന്നത്. അതിൻ്റെ തലവൻ ഐമാൻ അൽ സവാഹിരി, അദ്ദേഹത്തെ അമേരിക്ക ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചത് എവിടെ വെച്ചിട്ടാണ്? കാബൂളിലെ ഷെർപൂരിൽ വെച്ചിട്ടാണ്. കാബൂളിലെ ഷെർപൂരിൽ, അഫ്ഗാനിസ്ഥാനിൽ 2022 ജൂലൈ 30-നാണ് ആക്രമണം ഉണ്ടായത്. 2011 മെയ് 2-ന് പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വച്ച് ബിൻ ലാദനെ US വധിച്ചതിന് പിന്നാലെയാണ് സവാഹിരി അൽ ഖായിദയുടെ തലവനായത്. ഡോക്ടർ കൂടിയായ സവാഹിരി ഈജിപ്ത് സ്വദേശിയാണ്. അപ്പോൾ അൽ ഖായിദയുടെ തലവനായിട്ട് അദ്ദേഹം വന്നത് എപ്പോഴാണ്? 2011 മെയ് 2-ന് പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ച് ബിൻ ലാദനെ US വധിച്ചതിന് പിന്നാലെയാണ് തലവനായിട്ട് ആര് വരുന്നത്? ഐമാൻ അൽ സവാഹിരി. ഐമാൻ അൽ സവാഹിരി വരുന്നത്. അദ്ദേഹം ഈജിപ്ത് സ്വദേശിയാണ്. ഷെർപൂരിലെ ഒളിത്താവളത്തിൽ കുടുംബത്തോടൊപ്പം കഴിഞ്ഞിരുന്ന സവാഹിരിയെ ഡ്രോണിൽ നിന്ന് ഹെൽ ഫയർ R9X മിസൈൽ തൊടുത്താണ് CIA വധിച്ചത്. അപ്പോൾ ആ മിസൈലിൻ്റെ പേരെന്താണ്? ഹെൽ ഫയർ R9X. ഇയാളുടെ തലയ്ക്ക് US $22.5 കോടി, ഏകദേശം നമ്മുടെ 196.41 കോടി രൂപ വിലയിട്ടിരുന്നു. ആരുടെ തലയ്ക്ക്? സവാഹിരിയുടെ തലയ്ക്ക് 2.5 കോടി ഡോളർ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി പറയുവാണെങ്കിൽ 196.41 കോടി രൂപ. അടുത്ത ചോദ്യം നോക്കാം. 1999-ലെ കാർഗിൽ യുദ്ധകാലത്ത് പാകിസ്ഥാൻ കൈയടക്കിയ ദ്രാസിലെ പോയിന്റ് 5140 ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സേന തിരിച്ചുപിടിച്ചു. പോയിന്റ് 5140-ന് ഇപ്പോൾ നൽകപ്പെട്ട പേരെന്താണ്? ആ പോയിന്റിന് നൽകപ്പെട്ട പേരാണ് ഗൺഹിൽ. എന്താണ്? ഗൺഹിൽ. അപ്പോൾ 1999-ലെ കാർഗിൽ യുദ്ധകാലത്ത് പാകിസ്ഥാൻ കൈയടക്കിയ ദ്രാസിലെ പോയിന്റ് എത്രയാണ്? 5140. ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ സേന തിരിച്ചുപിടിച്ചത്. ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ആ പോയിന്റിന് നൽകപ്പെട്ട പേരെന്താണ്? ഗൺഹിൽ എന്നാണ്. കാർഗിലിൻ്റെ ഷേർഷാ എന്നറിയപ്പെട്ട വിക്രം ബത്ര യുദ്ധത്തിനിടെ വീരമൃത്യു വരിച്ചിരുന്നു. കാർഗിലിൻ്റെ ഷേർഷാ എന്നറിയപ്പെടുന്നത് ആരാ? വിക്രം ബത്ര. അദ്ദേഹം യുദ്ധത്തിനിടെ വീരമൃത്യു വരിച്ചു. കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ സ്മരണാർത്ഥമാണ് പുനർനാമകരണം ചെയ്തത് ഗൺഹിൽ എന്ന്. ഓക്കെ, അടുത്ത ചോദ്യം. 2025-ൽ നടത്താനിരിക്കുന്ന ICC വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം? 2025-ൽ നടത്താനിരിക്കുന്ന ICC വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് ICC വനിതാ ഏകദിന ലോകകപ്പ് നടക്കുന്നത്. ലോക ബാങ്കിൻ്റെ ചീഫ് എക്കണോമിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ, ഇന്ദർമിത് ഗില്ലാണ് കേട്ടോ. ഇന്ദർമിത് ഗില്ലാണ് ലോക ബാങ്കിൻ്റെ ചീഫ് എക്കണോമിസ്റ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ. കൗശിക് ബാബു ആണ് ലോക ബാങ്കിൻ്റെ ചീഫ് എക്കണോമിസ്റ്റായ ആദ്യ ഇന്ത്യക്കാരൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ലോക ബാങ്കിൻ്റെ ചീഫ് എക്കണോമിസ്റ്റായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? കൗശിക് ബാബു ആണ്. അടുത്ത ചോദ്യം. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്കായുള്ള രജിസ്ട്രേഷൻ്റെ പേര് എന്താ? ഉദ്യമാണ്. ഉദ്യം. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്കായിട്ടുള്ള രജിസ്ട്രേഷൻ്റെ പേരാണ് ഉദ്യം. മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിരീക്ഷണ ക്യാമറകൾ കണ്ടെത്തുന്ന ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴയടയ്ക്കാവുന്ന സോഫ്റ്റ്വെയർ. മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിരീക്ഷണ ക്യാമറകൾ കണ്ടെത്തുന്ന ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴയടയ്ക്കാവുന്ന സോഫ്റ്റ്വെയർ ആണ് വാഹൻ. നാൻസി പെലോസി US-ൽ ഏത് പദവി വഹിക്കുന്ന വനിതയാണ്? നാൻസി പെലോസി ഏത് പദവിയാണ് വഹിക്കുന്നത്?
ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ, ജനപ്രതിനിധി സഭയുടെ സ്പീക്കറാണ്, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് നാൻസി പെലോസി വഹിക്കുന്ന പദവി. ഓക്കെ, ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ. ചൈനയുടെ ഭീഷണികൾ അവഗണിച്ച് 82-കാരിയായ നാൻസി അടുത്തിടെ തായ്വാൻ സന്ദർശിച്ചത് വൻ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അപ്പോൾ ആ പേര് ഓർത്തിരിക്കുക, നാൻസി പെലോസി. ഓക്കെ, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി പുതുതായി ചുമതലയേറ്റത് ആരാണ്? സുരേഷ് എൻ പട്ടേലാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, നമ്മൾ ഇന്ത്യയിലെ പദവികളും തലവന്മാരും കേരളത്തിലെ പദവികളും തലവന്മാരും ഇതെല്ലാം നമ്മൾ കോഡ് ഉപയോഗിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് കണ്ടവർക്ക് ഇത് പെട്ടെന്ന് കിട്ടും. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് ആരാ? സുരേഷ് എൻ പട്ടേലാണ്. അരവിന്ദ് കുമാർ, പ്രവീൺ കുമാർ ശ്രീവാസ്തവ എന്നിവർ വിജിലൻസ് കമ്മീഷണർമാരായിട്ട് ചുമതലയേറ്റു. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? സുരേഷ് എൻ പട്ടേലാണ്. വിജിലൻസ് കമ്മീഷണർമാരായിട്ട് ചുമതലയേറ്റത് അരവിന്ദ് കുമാർ, പ്രവീൺ കുമാർ ശ്രീവാസ്തവ എന്നിവരാണ്. രാമചന്ദ്ര ഗുഹയുടെ ഏത് കൃതികളെ ആധാരമാക്കിയാണ് മഹാത്മാഗാന്ധിയെ പറ്റിയുള്ള വെബ് സീരീസ് നിർമ്മിക്കുന്നത്? രാമചന്ദ്ര ഗുഹയുടെ ഏത് കൃതികളെ ആധാരമാക്കിയാണ് മഹാത്മാഗാന്ധിയെ പറ്റിയുള്ള വെബ് സീരീസ് നിർമ്മിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാന്ധി ബിഫോർ ഇന്ത്യ, ഗാന്ധി ദി ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ദി വേൾഡ്. ഗാന്ധി ബിഫോർ ഇന്ത്യ, ഗാന്ധി ദി ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ദി വേൾഡ് എന്ന് പറയുന്ന രാമചന്ദ്ര ഗുഹയുടെ കൃതികളെ ആധാരമാക്കിയിട്ടാണ് വെബ് സീരീസ് നിർമ്മിക്കുന്നത്. ഹൻസൽ മേത്തയാണ് സംവിധായകൻ. ഈ വെബ് സീരീസിന്റെ സംവിധായകൻ ആരാണ്? ഹൻസൽ മേത്തയാണ്. പ്രതീക് ഗാന്ധിയാണ് മഹാത്മജിയുടെ വേഷം അവതരിപ്പിക്കുന്നത്. ആരാണ്? പ്രതീക് ഗാന്ധി. ഓക്കെ, അടുത്തത് MiG-21 കുറിച്ചാണ്. അതായത് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് ഏത് യുദ്ധവിമാന ശ്രേണിയെയാണ് ഘട്ടം ഘട്ടമായി പിൻവലിക്കുന്നത്? ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് ഏത് യുദ്ധവിമാന ശ്രേണിയാണ് ഘട്ടം ഘട്ടമായി പിൻവലിക്കുന്നത്? MiG-21. തുടർച്ചയായ അപകടങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും മുൻനിർത്തിയിട്ടാണ് തീരുമാനം. 2025 സമ്പൂർണ്ണ പിൻവലിക്കൽ നടപ്പിലാക്കും. പഴയ സോവിയറ്റ് യൂണിയനിലെ മിക്കോയാൻ ഗുറേവിച്ച് ഡിസൈൻ ബ്യൂറോയാണ് MiG-21 രൂപകൽപ്പന ചെയ്തത്. MiG-21 രൂപകൽപ്പന ചെയ്തത് ആരാ? മിക്കോയാൻ ഗുറേവിച്ച് ഡിസൈൻ ബ്യൂറോ. 1959 മുതൽ ഇന്ത്യൻ സേനയുടെ ഭാഗമാണ്. വ്യോമയാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെട്ട യുദ്ധവിമാനം കൂടിയാണ് MiG-21. വ്യോമയാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെട്ട യുദ്ധവിമാനം MiG-21. കൂടുതൽ കാര്യക്ഷമതയുള്ള Su-30 തദ്ദേശീയ നിർമ്മിതമായ തേജസ് LCI, അതായത് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്നിവ പകരമായിട്ട് വിന്യസിക്കും. 1970 ശേഷം മിഗ് വിമാനങ്ങൾക്ക് സംഭവിച്ച അപകടങ്ങൾ പറക്കും ശവപ്പെട്ടി എന്ന പരിഹാസ പേര് നേടിക്കൊടുത്തിരുന്നു. ഓക്കെ, 1970 ശേഷം മിഗ് വിമാനങ്ങൾക്ക് സംഭവിച്ച അപകടങ്ങൾ പറക്കും ശവപ്പെട്ടി അല്ലെങ്കിൽ ഫ്ലൈയിങ് കോഫിൻ എന്ന് പറയുന്നൊരു പരിഹാസ പേര് നേടിക്കൊടുത്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നമ്മൾ മുന്നേയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിൻ്റെ നോട്ട്സ് ഞാൻ PDF ആയിട്ട് ടെലഗ്രാമിൽ ഇട്ട് തന്നേക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. PDF ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്